നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇറാന്റെ സൈനിക കരുത്തായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ വിദേശ വിഭാഗമായ ഖുദ്സ് ഫോഴ്സ് തലവൻ ഇസ്മായിൽ ഖാനിയെ ഇറാൻ തന്നെ തീർത്തതായി റിപ്പോർട്ട്. ഖാനി ഇസ്രയേലിന്റെ ചാരനാണോ അതോ ഇറാന്റെ തടവറയിലാണോ എന്ന ചോദ്യം ഉയരുമ്പോൾ വിരൽ ചൂണ്ടുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ ചാരസംഘടനയായ മൊസാദിലേക്കാണ്. ഇറാന്റെ ഖുദ്സ് സേനയിൽ വരെ ഇസ്രയേൽ ചാരന്മാർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തിയത് മറ്റാരുമായിരുന്നില്ല, ഇറാന്റെ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നജാദായിരുന്നു. ഇപ്പോൾ IRGC കമാൻഡർ ഇസ്മായിൽ ഖാനിയുമായി ബന്ധപ്പെട്ടാണ് മൊസാദിന്റെ കരങ്ങൾ വീണ്ടും ചർച്ചയാകുന്നത്. കാരണം ഇസ്മായിൽ ഖാനി എവിടെയാണെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇറാന് കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇറാൻ മിണ്ടുന്നില്ല. ഇസ്മായിൽ ഖാനി ഇസ്രയേലിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയെന്ന് ആരോപിച്ച് ഇറാൻ അദ്ദേഹത്തെ വധിച്ചു എന്ന രീതിയിലുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട്. ചാരവൃത്തി ആരോപിക്കപ്പെട്ടതിനെ തുടർന്ന് ഖാനിയെ അറസ്റ്റ് ചെയ്യുകയും ഒരുപക്ഷെ വധിച്ചിട്ടും ഉണ്ടാകാം എന്നുമുള്ള റിപ്പോർട്ടുകൾ അറബ് മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ടെഹ്റാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. 67കാരനായ ഇസ്മായിൽ ഖാനിയെ ചുറ്റിപ്പറ്റി വർഷങ്ങളായി അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവർ പലരും പല ആക്രമണങ്ങളിലായി കൊല്ലപ്പെട്ടെങ്കിൽ അദ്ദേഹം രക്ഷപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തെ 9 ജന്മമുള്ള മനുഷ്യൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. 2020 ജനുവരിയിൽ അമേരിക്കയുടെ ആക്രമണത്തിൽ മുൻഗാമിയായ ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് IRGC ഖുദ്സ് സേനയുടെ കമാൻഡറായി ഖാനി ചുമതലയേറ്റത്. ഇറാന്റെ വിദേശ പ്രവർത്തന വിഭാഗമാണ് ഖുദ്സ് സേന. അദ്ദേഹത്തിന്റെ നേതൃത്വകാലത്ത് ആ ശൃംഖലയിലെ ഏറ്റവും പ്രമുഖരായ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ലെബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ല, ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഹമാസ് രാഷ്ട്രീയ തലവൻ ഇസ്മായിൽ ഹാനിയ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. ടെഹ്റാനിലെ അതീവ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ഖാനി ഹനിയയെ സന്ദർശിച്ച് അധികം വൈകാതെ തന്നെ ഇസ്രയേൽ ആ താവളം ബോംബിട്ട് തകർത്തു എന്നാണ് പറയപ്പെടുന്നത്. ഇതുകൂടാതെ മേഖലയിലുടനീളം നടന്ന ആക്രമണങ്ങളിൽ ഇറാനിലെ മറ്റ് ഡസൻ കണക്കിന് മുതിർന്ന കമാൻഡർമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയും മറ്റു ചില മുതിർന്ന ഉദ്യോഗസ്ഥരും അമേരിക്കൻ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഖമനേയി കൊല്ലപ്പെട്ട സ്ഫോടനത്തിന് തൊട്ടു മുൻപുള്ള മിനിറ്റുകളിൽ ഖാനി ആ സ്ഥലത്തു നിന്ന് മാറിയെന്നാണ് ചില റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നത്. ഇസ്രയേലിന് വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുന്നത് ഖാനിയാണെന്ന് വിശ്വസിക്കാൻ ചിലരെ പ്രേരിപ്പിക്കുന്നത് ഇതാണ്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഇറാൻ അമേരിക്ക ഇസ്രയേൽ യുദ്ധം 8-ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ മേഖലയിൽ കടുത്ത ആശങ്കയാണ് നിലനിൽക്കുന്നത്. യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1332 ഉയർന്നുവെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇറാന്റെ നാവികശേഷിയെ ലക്ഷ്യം വെച്ചുള്ള നീക്കത്തിൽ ഇതുവരെ 43 ഇറാനിയൻ യുദ്ധക്കപ്പലുകൾ തകർത്തതായും 3000-ലധികം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഇറാൻ നിരുപാധികമായി കീഴടങ്ങണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. നിരുപാധികമായ കീഴടങ്ങലില്ലാതെ യാതൊരു കരാറിനും തയ്യാറല്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് തൽക്കാലം തുറന്നിട്ടിരിക്കുകയാണെങ്കിലും ഈ വഴി കടന്നുപോകാൻ ശ്രമിക്കുന്ന അമേരിക്കൻ ഇസ്രയേൽ കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തങ്ങൾക്കെതിരായ നീക്കത്തിൽ അമേരിക്കയോടും ഇസ്രയേലിനോടും ചേരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാന്റെ ലക്ഷ്യസ്ഥാനങ്ങളായി മാറുമെന്ന് ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരായ ആക്രമണത്തിന് പകരമായി ഖത്തർ, കുവൈത്ത്, UAE, സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ US ബേസുകളിൽ ഇറാൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമിച്ചിരുന്നു. വെള്ളിയാഴ്ച ഖത്തറിന് നേരെ തൊടുത്ത 10 ഡ്രോണുകളിൽ 9 എണ്ണവും ഖത്തർ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിന് സമീപവും ഡ്രോണുകൾ വെടിവെച്ചിട്ടു. ഈ സാഹചര്യത്തിൽ സൗദിക്ക് സൈനിക സഹായം നൽകുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ അറിയിക്കുകയും ചെയ്തു. കുവൈറ്റ് തങ്ങളുടെ എണ്ണ ഉൽപാദനം കുറച്ചിട്ടുമുണ്ട്. ഇസ്രയേലിലും ആക്രമണങ്ങൾ തുടരുന്നു. ടെല്ലവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ തുടർന്ന് സൈറണുകൾ മുഴങ്ങുന്നു. ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തളർത്തുക എന്ന തന്ത്രമാണ് ഇറാൻ പ്രയോഗിക്കുന്നത്. ഇതിനിടെ ലെബനനിലും സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ടിരിക്കുന്നു. ലെബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ 217 പേർ കൊല്ലപ്പെട്ടു. ഇസ്രയേൽ സൈന്യവും ഹിസ്ബുള്ളയും തമ്മിൽ അതിർത്തികളിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളും നടക്കുന്നു. ഖത്തറിന്റെ തന്ത്രപ്രധാനമായ അമേരിക്കൻ സൈനിക താവളത്തിനു നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ശക്തമായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേഖലയിലെ US സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾ ശക്തമാക്കി. സൗഹൃദ രാജ്യം കൂടിയായ തുർക്കിയിലേക്ക് ഇറാൻ അയച്ച ബാലിസ്റ്റിക് മിസൈലിനെ നേറ്റോ സഖ്യമാണ് പ്രതിരോധിച്ചത്. ഇറാഖും സിറിയയും കടന്നുപോയ മിസൈൽ തുർക്കി അതിർത്തി കടക്കുന്നതിന് മുൻപ് തന്നെ
കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിന് മുകളിൽ വെച്ച് നാറ്റോ പ്രതിരോധ സേന നിർവീര്യമാക്കി. ഹദായ് പ്രവിശ്യയിൽ നിന്നാണ് അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത്. തുർക്കി സംഭവത്തെ അപലപിച്ചു, പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ഉചിതമായ രീതിയിൽ തിരിച്ചടിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്ന് തുർക്കി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാദ്യമായാണ് നാറ്റോ അംഗത്തിനു നേരെ ഇറാന്റെ പ്രകോപനമുണ്ടായത്. അമേരിക്കയുടെ എയർബേസ് തുർക്കിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നിഷ്പക്ഷ നിലപാടാണ് തുർക്കി എടുത്തിരുന്നത്. മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്നും തുർക്കി നേരത്തെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇതേസമയം തുർക്കിയെ ആക്രമിച്ചിട്ടില്ല എന്നാണ് ഇറാൻ സായുധ സേന പ്രസ്താവന ഇറക്കിയത്. തുർക്കിയുടെ പരമാധികാരത്തെ തങ്ങൾ ബഹുമാനിക്കുന്നുണ്ടെന്നുമാണ് പ്രസ്താവന വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ അജ്ഞാത മിസൈൽ എവിടെ നിന്ന് വന്നു എന്ന അന്വേഷണത്തിലാണ് തുർക്കിയും. ഇസ്രയേലായിരുന്നു അപ്രതീക്ഷിത ആക്രമണം ആരംഭിച്ചത്. ഇറാൻ ശക്തമായി പ്രതിരോധിക്കുകയും പ്രത്യാക്രമണങ്ങൾ തുടങ്ങുകയും ചെയ്തു. എന്നാൽ ഇതിന് വിരുദ്ധമായ പ്രതികരണമായിരുന്നു തുർക്കിയുടേത്. ഇറാനുമേലുള്ള അമേരിക്ക ഇസ്രയേൽ ആക്രമണങ്ങളെ അന്താരാഷ്ട്ര നിയമത്തിന്റെ വ്യക്തമായ ലംഘനമെന്നാണ് തുർക്കി പ്രസിഡന്റ് രജബ് തയ്യിബ് എർദോഗാൻ വിളിച്ചത്. ഇറാൻ പരമോന്നത നേതാവ് ഖമനേയിയുടെ കൊലപാതകത്തിൽ തനിക്ക് ഖേദമുണ്ടെന്നും ഇസ്രയേലിന്റെ പ്രകോപനമാണ് യുദ്ധത്തിലേക്ക് നയിച്ചതെന്നും എർദോഗാൻ പറഞ്ഞിരുന്നു. മേഖലയിൽ സമാധാനം നിലനിർത്താൻ എല്ലാ രാജ്യങ്ങളും ശ്രമങ്ങൾ നടത്തണമെന്നും ആവശ്യമെങ്കിൽ മധ്യസ്ഥത വഹിക്കാൻ തുർക്കി തയ്യാറാണെന്നും വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ പ്രതികരിച്ചിരുന്നു. അടുത്ത സുഹൃത്തായ ഇറാന്റെ ആക്രമണത്തെ ന്യായീകരിച്ച് നിലപാട് സ്വീകരിച്ചതിനിടെയായിരുന്നു തുർക്കിയുടെ അതിർത്തിയിലേക്ക് സമീപത്തു നിന്ന് ഇറാൻ അയച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന മിസൈൽ നാറ്റോ പ്രതിരോധ സേന നിർവീര്യമാക്കിയത്. നാറ്റോ അംഗവും ഇറാനിയൻ അയൽവാസിയുമായ തുർക്കി സംഘർഷത്തിൽ ഉൾപ്പെട്ട ആദ്യ സംഭവമായിരുന്നു ഇത്. 534 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന തുർക്കിയും ഇറാനും ചരിത്രപരമായി സങ്കീർണമായ ബന്ധങ്ങളാണ് പുലർത്തുന്നത്. സമീപകാലത്ത് പശ്ചിമേഷ്യയിൽ നടന്ന സംഘർഷങ്ങളിലും പ്രോക്സി യുദ്ധങ്ങളിലും ഇരു രാജ്യങ്ങളും പലപ്പോഴും വിപരീത നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. എങ്കിലും അന്തർധാരയിൽ ശക്തമായ ബന്ധം നിലനിന്നിരുന്നു. ഊർജ്ജ വ്യാപാരം, കുർദ് പ്രശ്നം, മേഖലാ സ്ഥിരത എന്നിവയിലെല്ലാം പൊതുവായ താൽപ്പര്യങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമുണ്ട്. പല കാലങ്ങളിലായി രണ്ട് രാജ്യങ്ങളും തമ്മിൽ പിരിമുറുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും സ്ഥിരതയിലോ വ്യാപാര ബന്ധത്തിലോ ബാധിച്ചിരുന്നില്ല. തുർക്കിയുടെ പ്രധാന ഊർജ്ജ വിതരണക്കാരാണ് ഇറാൻ. ആകെ ആവശ്യത്തിന്റെ 25% വരെ ഇറക്കുമതി ചെയ്യുന്നത് ഇറാനിൽ നിന്നാണ്. തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, കുർദ് വിഭാഗങ്ങളെ നിയന്ത്രിക്കൽ, ഇറാഖ് സിറിയ സ്ഥിരത നിലനിർത്തുന്നതിലെ ഇടപെടൽ എന്നിവയിലെല്ലാം തുർക്കി സഹകരിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട്. നാറ്റോ അംഗമായതിനാൽ US ഇസ്രയേൽ നിലപാടുകളുമായി ചേർന്നു നിൽക്കുന്ന നിലപാട് തുർക്കിക്കുണ്ട്. എന്നാൽ ഇറാനുമായി സൗഹൃദ രാഷ്ട്രമെന്ന ബന്ധം നിലനിർത്തുന്നു. അതായത് തുർക്കി സമാധാന നയതന്ത്ര പാതയിലാണെന്ന് വ്യക്തം. മിസൈൽ ആക്രമണം ഉണ്ടായതോടെ ഇരുവരും തമ്മിൽ ഇപ്പോഴുള്ള ബന്ധം പിരിമുറുക്കത്തിലാണ്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ നാറ്റോ അംഗം കൂടിയായ തുർക്കിയുടെ പ്രത്യാക്രമണം കടുത്തതാകുമെന്നുറപ്പാണ്. തുർക്കിക്ക് പുറമെ അസർബൈജാന് നേരെയും ഇറാന്റെ മിസൈലുകൾ എത്തിയിട്ടുണ്ട്. ഇറാനുകളുമായി അതിർത്തി പങ്കിടുന്ന അസർബൈജാന്റെ വടക്കൻ മേഖലയായ നഖ്ചീവനിൽ 2 ഡ്രോണുകൾ പതിച്ചുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2 സാധാരണക്കാർക്ക് പരിക്കുമേറ്റു. എന്നാൽ ഇതും ഇറാൻ നിഷേധിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലാണെന്നാണ് ഇറാന്റെ ആരോപണം. മാർച്ച് 3-ന് സൈപ്രസിലും ഡ്രോണുകൾ പതിച്ചിരുന്നു. ബ്രിട്ടന്റെ വ്യോമതാവളത്തിന് നേരെയായിരുന്നു ആക്രമണം. ഇറാന്റെ ഷാഹേദ് ഡ്രോണുകൾക്ക് സമാനമായ ഡ്രോണുകളാണ് പതിച്ചതെങ്കിലും അത് ഇറാന്റെ ഡ്രോൺ അല്ല എന്ന് UK പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ പശ്ചിമേഷ്യയ്ക്ക് പുറത്തുനിന്നുണ്ടായ ആദ്യ ആക്രമണമായിരുന്നു ഇത്. ഇറാന് നേരെയുള്ള ആക്രമണങ്ങൾക്ക് ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ വിട്ടുതരണമെന്ന US-ന്റെ ആവശ്യത്തിന് UK സമ്മതം നൽകിയതായി പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞതിന് പിന്നാലെയായിരുന്നു ആക്രമണം. ആക്രമണത്തിന് പിന്നാലെ ഫ്രാൻസ്, ഗ്രീസ്, UK എന്നീ രാഷ്ട്രങ്ങൾ അവരുടെ സൈന്യത്തെ സൈപ്രസിൽ വിന്യസിച്ചിട്ടുണ്ട്. മിസൈൽ ഡ്രോൺ ആക്രമണം ഇറാന്റെയോ ഇസ്രയേലിന്റെയോ ഭാഗത്തു നിന്നുള്ളതായാലും പശ്ചിമേഷ്യയ്ക്ക് പുറത്തേക്ക് യുദ്ധം വ്യാപിക്കുന്നുവെന്ന നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ്, ഗൾഫ്, ലെവന്റ് മേഖല, അതായത് സിറിയ, ലെബനൻ, ഇസ്രയേൽ, പലസ്തീൻ, ജോർദാൻ, തുർക്കി പ്രദേശങ്ങൾ ഇവിടങ്ങളിലേക്കൊക്കെയാണ് തുടക്കമെങ്കിലും നേരിട്ടോ അല്ലാതെയോ പല രാജ്യങ്ങളിലേക്കും യുദ്ധത്തിന്റെ അലയൊലികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രീലങ്കയ്ക്ക് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ US അന്തർവാഹിനി ഇറാനിയൻ യുദ്ധക്കപ്പൽ മുക്കി. ഇതുവരെ 30-ലേറെ ഇറാൻ കപ്പലുകളെ ആക്രമിച്ചതായാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. ഇറാൻ യുദ്ധക്കപ്പലായ ദേനയെ അമേരിക്കൻ അന്തർവാഹിനി ടോർപിഡോ ചെയ്തതിനെ തുടർന്ന് കപ്പൽ ജീവനക്കാർക്ക് അഭയം നൽകിയത് ശ്രീലങ്കയായിരുന്നു. പലരും ശ്രീലങ്കയിലെ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ്. ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടത് ആഗോള ഊർജ്ജ വിതരണത്തെ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സമുദ്രപാത ഇല്ലാതായതോടെ കപ്പലുകൾ ദിവസങ്ങളോളം കടലിൽ കുടുങ്ങിക്കിടക്കേണ്ട സ്ഥിതിയാണ്. കടലിടുക്ക് കടക്കാൻ ശ്രമിച്ചാൽ ആക്രമിക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. ഇറാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുടെ വലിയ ഇറക്കുമതിക്കാരായ ഏഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ
ഇതിന്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കുന്നുമുണ്ട്. ഊർജ്ജ പ്രതിസന്ധി മുതൽ സാമ്പത്തിക ആഘാതങ്ങളിലേക്കാണ് ഇത് കൊണ്ടെത്തിക്കുക എന്നത് വ്യക്തം. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ അതിന്റെ സൂചനകൾ ഇതിനകം തന്നെ പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ഇറാൻ ഭരണകൂടത്തോട് എതിർപ്പുള്ള ഖുദ്സ് സംഘങ്ങളിൽ ആയുധ പരിശീലനം സിദ്ധിച്ച ആയിരക്കണക്കിന് പേരുണ്ടെന്നതാണ് കരുതപ്പെടുന്നത്. അവർ കരയുദ്ധത്തിനിറങ്ങിയാൽ ഇറാൻ ഭരണകൂടത്തിന് അത് വലിയ വെല്ലുവിളിയാകും. ഇപ്പോഴത്തെ യുദ്ധത്തിലേക്ക് ഇറാഖ് കൂടി വലിച്ചിഴക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇറാനിലെയും ഇറാഖിലെയും കുർദിഷ് സംഘങ്ങൾ യുദ്ധത്തിൽ പങ്കാളികളായാൽ കരയിൽ പോരിനിറങ്ങുന്ന ആദ്യ സംഘമാകും ഇവർ. ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ പോരാടാനിറങ്ങിയ പരിചയം കുർദിഷ് സംഘങ്ങൾക്കുണ്ട്. ഇറാൻ ഇസ്രയേൽ സംഘർഷങ്ങളിൽ പ്രോക്സികളുടെ പങ്ക് വളരെ നിർണായകമാണ്. ഇറാന്റെ പ്രധാന ആയുധമാണ് ഈ സംഘങ്ങൾ. ഇറാൻ ദീർഘകാലമായി ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന ഒരു ശൃംഖലയിലൂടെ ഇസ്രയേലിനെതിരെ പ്രോക്സി യുദ്ധം നടത്തുന്നുണ്ട്. എന്നാൽ US ഇസ്രയേൽ സംയുക്ത ആക്രമണങ്ങൾക്ക് ശേഷം ഈ പ്രോക്സി ശൃംഖല ദുർബലമായെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഹിസ്ബുള്ള, യമൻ ഹൂതികൾ, ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് സംഘങ്ങൾ, പലസ്തീനിലെ ഹമാസ് തുടങ്ങിയ പ്രോക്സി സംഘങ്ങളെ ഇറാൻ പിന്തുണയ്ക്കുന്നു. ഇവർ ഇസ്രയേലിനെതിരെ പല ഘട്ടങ്ങളിലായി പ്രവർത്തിച്ചിട്ടുമുണ്ട്. ഇറാന് വേണ്ടി ഇവർ രംഗത്തിറങ്ങിയാൽ യുദ്ധത്തിന്റെ സ്വഭാവം മാറും. എന്നാൽ പ്രോക്സികളെ തുടക്കത്തിൽ ദുർബലപ്പെടുത്തിക്കൊണ്ട് ഇറാനെ നേരിട്ട് ആക്രമിക്കുക എന്ന തന്ത്രമാണ് അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഇപ്പോൾ യുദ്ധം പശ്ചിമേഷ്യയ്ക്ക് പുറത്തേക്ക് വ്യാപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആക്രമണത്തിന്റെയും പ്രത്യാക്രമണങ്ങളുടെയും തീവ്രത അനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള നീക്കങ്ങൾ. നിരുപാധികം കീഴടങ്ങണമെന്നാണ് ഇറാനുള്ള അമേരിക്കയുടെ അന്ത്യശാസനം. എന്നാൽ ഫലപ്രദമായ ബദൽ ഇല്ലാത്ത പക്ഷം അത് സാധ്യമല്ലെന്ന് ഇറാനും ആവർത്തിക്കുന്നു. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.